എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ മൂസാൻ അവൻ സ്ക്രാച്ച് ചെയ്ത ആ ഒരു ഡീമൻ അതാണെങ്കിൽ ഇപ്പോൾ ഒരു ലേഡിയെ കടിച്ചു പറിക്കുകയാണ്. നമ്മുടെ നായകനാണെങ്കിൽ അത് കണ്ട് അനങ്ങാതിരിക്കില്ല. അവനവന്റെ കയ്യില് ഒരു തുണി അങ്ങനെ ചുറ്റി അതാ ഡീമന്റെ വായിലേക്ക് അങ്ങനെ തള്ളി കയറ്റുകയാണ്. അതിനുശേഷം അതിനെ ദൂരേക്ക് തള്ളി മാറ്റി ആ മൂസാനോട് വിളിച്ചു പറയും, മൂസാൻ, നീ എവിടെയൊക്കെ പോയി രക്ഷപ്പെട്ടാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. തീർച്ചയായിട്ടും നിന്നെ ഞാൻ തന്നെ നശിപ്പിക്കും. അത് കേട്ട് മൂസാൻ ഒരു സെക്കൻഡ് ഇപ്പൊ ഹീറോയെ തന്നെ നോക്കും. കട്ട് ചെയ്ത ഹീറോ ആ കടി കിട്ടിയ പെൺകുട്ടിയോട് ആ ഒരു മുറിവുള്ള ഭാഗത്ത് കൈകൊണ്ട് അമർത്തി പിടിക്കാനായിട്ട് പറയും. അവളുടെ കൂടെയുള്ളവരെയും അവളെ ശുശ്രൂഷിക്കാനായിട്ട് പറഞ്ഞ് ഏൽപ്പിച്ച് ആ ഒരു ഡീമനെ തേടി ഹീറോ അവിടെ മുഴുവൻ അലയാണ്. ആക്ച്വലി ആ സിറ്റിയിലുള്ളവർക്ക് ഡീമനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല. ഒരു ഡീമൺ കടിച്ചാൽ എന്ത് ചെയ്യണമെന്നോ, ഒരു ഡീമൺ യഥാർത്ഥത്തിൽ എങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്നോ പെരുമാറുമെന്നോ അങ്ങനെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ആ സിറ്റിയിലുള്ള ആളുകൾക്ക് അറിയില്ല. മൂസാൻ ആണെങ്കിൽ ഇപ്പോഴും ഹീറോയെ തന്നെ തിരിഞ്ഞു നോക്കിയായിരിക്കും മുൻപോട്ടേക്ക് നടക്കുക. അവന്റെ ഫാമിലി അവർക്ക് ആകെ കൺഫ്യൂഷൻ, എന്താ അവിടെ നടക്കണമെന്ന് മനസ്സിലാവാതെ അവരും മൂസാനെ തന്നെ നോക്കും. പക്ഷെ മൂസാൻ ആണെങ്കിൽ പ്രത്യേകിച്ച് വലിയ ഭാവവ്യത്യാസം ഒന്നും കാണിക്കാതെ അവർക്ക് സംശയം ഒന്നും ഉണ്ടാക്കാത്ത രീതിയിൽ അവരെ മുൻപോട്ടേക്ക് കൊണ്ടുപോവാണ്. ടാഞ്ചറോ ആണെങ്കിൽ ആ സ്ക്രാച്ച് കിട്ടിയ ഡീമൻ അവനെ പിടിച്ച് മടക്കി ലോക്ക് ചെയ്യാണ്. ജനങ്ങൾക്ക് ഡീമൺ എങ്ങനെ അറ്റാക്ക് ചെയ്യും, അതിന്റെ തീവ്രത അത് എത്ര മാത്രമാണെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ അവർക്കാർക്കും പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. അവരെവിടേക്കും മാറാതെ അവിടെ തന്നെ കൂടി നിൽക്കും. ഹീറോ കഷ്ടപ്പെട്ട് ആ ഡീമനെ പിടിച്ചു വലിച്ച് അങ്ങനെ കൈയൊക്കെ തിരിച്ച് മടക്കി ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവൻ സഹായത്തിന് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെ വിളിക്കും. അവർ ഓടി എത്തുമ്പോഴേക്കും ആ പോലീസുകാർക്ക് മുന്നിലേക്ക് ഒരുപാട് ഫ്ലവേഴ്സും ഡിഫറെന്റ് ഫ്രാഗ്രൻസ് ഒക്കെ വന്ന് ഒക്കെ നിറഞ്ഞ് ഇപ്പൊ അവരുടെ വിഷൻ അത് മറക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. ഉടനെ വേറൊരു ചെക്കനും വേറൊരു പെണ്ണും അവിടേക്ക് വരികയാണ്. അവർ ഹീറോയോട് പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നെ ഞങ്ങൾ സഹായിക്കാം. ആക്ച്വലി ഞങ്ങളും ഡീമൺസ് ആണ്. അതിലുള്ള ലേഡി ആണെങ്കിൽ ഇപ്പൊ ഹീറോയുടെ അടുത്തേക്ക് വരും. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങളാരും നിന്നെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല. നിന്നെ പോലെ തന്നെ ഞങ്ങൾക്കും ആ മൂസാൻ അവനൊരു ശത്രുവാണ്. സോ അവനെ കൊല്ലാനായിട്ട് ഞങ്ങൾ നിന്നെ സഹായിക്കാം. കട്ട് ചെയ്ത ഇവിടെ മൂസാൻ അവനാണെങ്കിൽ അവന്റെ വൈഫിനെയും കുഞ്ഞിനെയും ഒരു കാറിൽ കയറ്റി അവിടുന്ന് പറഞ്ഞയക്കും. വൈഫാണെങ്കിൽ മൂസാനോട് കാര്യം തിരക്കുന്നുണ്ട്. എന്തു പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിന് മൂസാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് വൈഫിനെ സമാധാനിപ്പിച്ച് കുഞ്ഞിനെ അവളോടൊപ്പം കാറിൽ കയറ്റി പറഞ്ഞയക്കും. അതിനുശേഷം അധികം ആരും സഞ്ചരിക്കാത്ത ഒരു ഇടവഴിയിലൂടെ നടന്നു വരികയാണ്. അപ്പോഴാണെങ്കിൽ ഒരു കള്ളു കുടിച്ച് പൂസായ ഒരു വയസ്സൻ അയാൾ അതുവഴി ആടി ആടി വന്ന് ഇപ്പൊ മൂസാനെ ഇടിക്കുകയാണ്. മൂസാനെ ഇടിച്ചതും പോരാഞ്ഞ് അയാൾ മൂസാനെ പിടിച്ചു നിർത്തി ചീത്ത വിളിക്കാനായിട്ട് തുടങ്ങും. മൂസാൻ അല്പനേരം അത് കേട്ടു നിൽക്കും. അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അയാളാണെങ്കിൽ നിർത്താതെ മൂസാനെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും. മൂസാനാണെങ്കിൽ ഐ എം സോറി, നിങ്ങളിത് ഒരു പ്രശ്നമൊന്നും ആക്കണ്ടെന്ന് പറഞ്ഞ് മുൻപോട്ടേക്ക് നടന്നു പോകും. പക്ഷെ അവനാണെങ്കിൽ മൂസാന്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ച് മൂസാനെ അറ്റാക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ ക്ഷമ നശിച്ച മൂസാൻ അവൻ പ്രകോപിതനായിട്ട് ഒരൊറ്റ അടി, ആ ഒരു അടിയിൽ അവന്റെ കാറ്റ് പോവും. ഈ കാഴ്ച അവന്റെ ഒരു സഹോദരി കണ്ട് അവളാണെങ്കിൽ ഇപ്പൊ അവളുടെ അടുത്തൊരു ബ്രദറിനോട് കാര്യം പറയും. അവൻ ഓടി വന്ന് മൂസാനെ അറിഞ്ഞ് പൊറഞ്ഞ് കിട്ടി. മൂസാനെ ചാടി അടിക്കാനായിട്ട് ക്ലോസ് എത്തും. പക്ഷെ മൂസാൻ കാലുമടക്കി വീണ്ടും ഒരൊറ്റ അടി, ചോര തുളുമ്പി അവൻ സ്പോട്ടിൽ തന്നെ വടിയാവുകയാണ്. അതിനുശേഷം മൂസാൻ അവൻ അങ്ങനെ ടേൺ ചെയ്ത് ആ ലേഡിയുടെ അടുത്തേക്ക് വരും. അവൾക്കാണെങ്കിൽ പേടിച്ച് നിലവിളിക്കാനായിട്ടൊന്നും കഴിയില്ല. അവൾ അങ്ങനെ ഫ്രീസായി പോവാണ്. അവൻ അവളെ നോക്കി ചിരിച്ച് അവന്റെ കൈ അതങ്ങനെ നീട്ടി ആ ഡീമൻ വിരല് അവളുടെ ബ്രെയിനിലേക്ക് കുത്തി കയറ്റുകയാണ്. അവളുടെ കാറ്റും അവിടെ വെച്ച് പോവും. അതിനുശേഷം മൂസാൻ ആണെങ്കിൽ അവന്റെ 2 അസിസ്റ്റൻസിനെ അവിടേക്ക് വിളിച്ചു വരുത്തും. ആക്ച്വലി മൂസാൻ ഇവരെ കൊല്ലാൻ അവന്റെ 1% പവർ പോലും യൂസ് ചെയ്തിട്ടില്ല. മൂസാൻ ഒരു ഡീമൺ കിങ് ആണ്. അവന്റെ പവർ അത് അൺലിമിറ്റഡ് ആണ്. മൂസാൻ ആണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനോട് പറയും, ആ അനാഫൂഡ റിങ്ങിട്ട ആ ഡീമൺ സ്ലെയറിന്റെ തല അതെനിക്ക് ഇവിടെ കിട്ടണം. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് ചെയ്തേ പറ്റൂ. അതിനവരും ഓക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. മൂസാൻ ആദ്യമായിട്ട് ഇപ്പോ ഒരു ഡീമൺ സ്ലെയറിനെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ടാഞ്ചറോയെ. ആക്ച്വലി അവൻ ടാഞ്ചറോയെ കണ്ടല്ല പേടിച്ചത്, ടാഞ്ചറോയുടെ ആ ഇയറിങ് കണ്ടാണ് അവൻ പേടിച്ചത്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീമൺ സ്ലെയർ അതിപ്പോ മൂസാനെ കൊല്ലാനായിട്ട് അടുത്തേക്ക് നടന്നു വരികയാണ്. മൂസാൻ ആണെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല, മരണത്തെ സ്വീകരിച്ച് അവൻ അങ്ങനെ കിടക്കും. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ആ ഒരു ഇയറിങ് കാണിക്കും. ആക്ച്വലി ആ ഒരു ഡീമൺ സ്ലെയറിന്റെ കയ്യിലുണ്ടായിരുന്ന അതേ ഇയറിങ് തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഹീറോ ടാഞ്ചറോയുടെ അടുത്തുള്ളത്. ആക്ച്വലി മൂസാന് ആ ഒരു ഡീമൺ സ്ലെയറിനെ ഒരുപാട് പേടിയാണ്. അവിടുന്ന് അങ്ങനെ കട്ട്
ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. ഹീറോ ആണെങ്കിൽ ഓടി തിരിച്ച് അവന്റെ സിസ്റ്ററിന്റെ അടുത്തേക്ക് വരികയാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫുഡ് അവൻ കളഞ്ഞതുകൊണ്ട് തന്നെ കടക്കാരനോട് വീണ്ടും ഫുഡ് ആവശ്യപ്പെടും. അതിനാള് പറയും, ഇല്ല ഇല്ല, ഇനി എനിക്ക് ഫുഡ് തരാനായിട്ട് കഴിയില്ല. ഫുഡ് തരണമെങ്കിൽ നീ എനിക്ക് അഡീഷണൽ ആയിട്ട് പൈസ തരണം. അതിന് നമ്മുടെ ചെക്കൻ അവൻ ദേഷ്യപ്പെട്ട് ആളെ ഭീഷണിപ്പെടുത്തും. മര്യാദയ്ക്ക് ഫുഡ് തന്നിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. അത് കേട്ടാ കടക്കാരനാണെങ്കിൽ പേടിച്ച് ഇപ്പോ 2 പ്ലേറ്റ് ഫുഡ് ഹീറോയ്ക്ക് കൊടുക്കും. ഹീറോയ്ക്ക് ആണെങ്കിൽ ആ ഫുഡ് കുറച്ച് ഇഷ്ടമാവും. അവനത് വയറ് നിറച്ച് വാരി തിന്നും. അതിനുശേഷം അവന്റെ സിസ്റ്ററിനോട് കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിച്ച് അവളുടെ അടുത്തിരിക്കുകയാണ്. പിന്നീട് പാത്രങ്ങളൊക്കെ എടുത്ത് മുൻപോട്ടേക്ക് യാത്ര തുടരുമ്പോഴായിരിക്കും മുൻപ് കണ്ട ആ ലേഡി ഡീമന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പയ്യൻ അവനാണെങ്കിൽ ഇപ്പൊ ഹീറോയുടെ അടുത്തേക്ക് വരും. എനിക്ക് ആക്ച്വലി എന്നോട് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. സോ എന്നെ ഫോളോ ചെയ്ത് എന്റെ കൂടെ വരണം. പക്ഷെ എനിക്ക് ഈ പെണ്ണിനെ തീരെ ഇഷ്ടമായിട്ടില്ല. ഇവിടെ നമ്മുടെ കൂടെ കൂട്ടാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ ടൊസുക്കോയെ നോക്കി കൈ ചൂണ്ടു. ടാൻസിറോയ്ക്കാണെങ്കിൽ അതൊക്കെ കേട്ട് കലി കയറും. യു ആർ അൺബിലീവബിൾ. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ സിസ്റ്ററിനെ അവളെ ഒഴിവാക്കാൻ എന്നോട് തന്നെ പറയും. എന്റെ സിസ്റ്റർ ഒരു ഡീമൺ ആണെങ്കിലും എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. എങ്ങനെയെങ്കിലും പഴയതുപോലെ നോർമൽ ആക്കി മാറ്റാനാണ് ഞാനൊരു ഡീമൺ സ്ലെയർ പോലും ആയതെന്ന് പറഞ്ഞ് ഹീറോ അവനോട് ഒരുപാട് ദേഷ്യപ്പെടും. അവനും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ അവർ രണ്ടുപേരെയും കൂട്ടി അവനൊരു പ്രത്യേക സ്ഥലത്തേക്ക് വരും. ഹീറോ ആണെങ്കിൽ അപ്പോഴും നിർത്താതെ അവന്റെ അനുജത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നീ ഇത്രയും നല്ലൊരു സുന്ദരിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവളുടെ പൂ പോലുള്ള മുഖം നോക്കി നിനക്ക് എങ്ങനെ ഇവളെ കൂടെ കൂട്ടണ്ട എന്ന് പറയാൻ തോന്നി? സത്യത്തിൽ നിന്റെ മോന്തയാണ് ഭയങ്കര മോശം. നിന്റെ കൂടെയാണ് നടക്കാൻ കൊള്ളാത്തതെന്നൊക്കെ പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തും. ആ പയ്യനാണെങ്കിൽ ചത്താ മതിയെന്നാവും. പക്ഷെ വേറെ വഴിയില്ലാതെ അവനിപ്പോ നടന്ന് ഒരു ചുമരിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം പതിയെ ആ ചുമരിലൂടെ അകത്തേക്ക് പോവാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അകത്തേക്ക് പോണോ വേണ്ടയോ എന്നൊന്നും അറിയാതെ അവർ ഒരു സെക്കൻഡ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഉടനെ അവൻ തല പുറത്തേക്കിട്ട്, നിങ്ങളോടല്ലേ എന്റെ പിന്നാലെ വരാൻ പറഞ്ഞേ? ആരെങ്കിലും കാണുന്നതിന് മുൻപ് അകത്തേക്ക് വായോ. ഉടനെ നമ്മുടെ 2 ആൾക്കാരും ഇപ്പൊ ചുമര് വഴി അകത്തേക്ക് വരും. അതൊരു ചുമരല്ല, മറിച്ച് വലിയൊരു വീടാണ്. അവിടെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ലേഡി ഉണ്ട്. ആ ലേഡി ആണെങ്കിൽ ഹീറോയോട് പറയും, ഞാനും ഒരു ഡീമണാണ്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ മറ്റുള്ള ഡീമൺസിനെ പോലെ അല്ല. മൂസാന്റെ കേഴ്സ് മാർക്ക് പവർ അത് എന്നിൽ നിന്നും ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ മൂസാനെ അനുസരിക്കേണ്ട കാര്യം എനിക്കില്ല. ആക്ച്വലി മൂസാൻ അവൻ എല്ലാ ഡീമൺസിന്റെയും ദേഹത്ത് ഓരോ കേഴ്സ് മാർക്ക് കൊടുക്കും. എങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്കും ബ്ലഡ് കൺസ്യൂം ചെയ്തേ പറ്റൂ. പക്ഷേ അതൊരിക്കലും ആളുകളെ കൊന്നിട്ടല്ല, മറിച്ച് പുറത്തുനിന്ന് ബ്ലഡ് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാനിപ്പോൾ മുൻപോട്ടേക്ക് പോകുന്നത്. ഇവനെയും ഡീമണാക്കി മാറ്റിയത് ഞാനാണ്. ണെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു പ്രതീക്ഷ തോന്നും. ഹീറോ അവളോട് ചോദിക്കും, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ അനുജത്തിയെ തിരികെ പിടിക്കണം. ഒരിക്കൽ ഡീമനായി മാറിയ ഒരാളെ തിരികെ ഹ്യൂമണാക്കി മാറ്റാൻ പറ്റുമോ? അതിനവള് പറയും, അങ്ങനെ ആക്കി മാറ്റാനായിട്ട് പറ്റും. പക്ഷെ ഇതുവരെ അങ്ങനെ ആരും ആക്കിയിട്ടില്ല. നിനക്ക് വേണ്ടി ഞാനത് ശ്രമിക്കാം. പക്ഷേ അതിനാദ്യം നീ എന്നെ സഹായിക്കേണ്ടതായിട്ട് വരും. ആ മൂസാന്റെ 12 കിസുകികളിൽ നിന്ന് ബ്ലഡ് സാമ്പിൾസ് അത് നീ കളക്ട് ചെയ്യണം. ഈ കിസുഗി എന്ന് പറഞ്ഞ മൂസാൻ അവന്റെ പവർ ഉപയോഗിച്ച് സെവറൽ ടൈപ്സ് ഓഫ് ഡീമൺസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും ബ്ലഡ് സാമ്പിൾസ് നീ കളക്ട് ചെയ്യണം. അങ്ങനെ അവർ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും മൂസാന്റെ അസിസ്റ്റൻസ് അവർ രണ്ടുപേരും അവിടേക്ക് എത്തുക. അവർ രണ്ടുപേരും അവിടേക്ക് വന്ന് ആ വീട് തകർക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഹീറോ ആണെങ്കിൽ ചാടി വീണ് അവർ രണ്ടുപേരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.